ഹലോ 2012 മുതൽ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ, ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുമൊക്കെ ആധിപത്യം സ്ഥാപിച്ച് ഒടുവിൽ കാസർഗോഡ് വരെ എത്തിയ ബ്ലാക്ക് മാൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്, ബ്ലാക്ക് മാൻ എന്ന് പറയുന്ന ഭീതിപ്പെടുത്തുന്ന രൂപമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നായിരുന്നു ഇതിൻ്റെ തുടക്കം. വളരെ പെട്ടെന്ന് തന്നെ ഇത് കൊല്ലത്തേക്കും പത്തനംതിട്ടയിലേക്കും ഒക്കെ വ്യാപിച്ചു. പലതരം കഥകളാണ് ബ്ലാക്ക് മാനെ കുറിച്ച് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരുന്നത്. ബ്ലാക്ക് മാൻ വരുന്നു, വീടിൻ്റെ കതകിൽ മുട്ടുന്നു, അല്ലെങ്കിൽ കോളിംഗ് ബെല്ലിൽ അടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ജനലിൽ മുട്ടുന്നു, വീടിന് പുറത്തെ പൈപ്പ് തുറന്നിടുന്നു, വീടിൻ്റെ ജനലിൻ്റെ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കുന്നു, ആൾക്കാർ ടോർച്ചുമായിട്ടോ അല്ലെങ്കിൽ ജനൽ തുറന്നോ വീടിലെ ലൈറ്റ് ഇട്ടോ ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ഒരു ഇരുണ്ട രൂപം ഇരുട്ടിലേക്ക് ഓടി മറയുന്നു. ഇതാണ് തുടക്കം മുതൽ ബ്ലാക്ക് മാനെ കുറിച്ച് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കഥ. ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ ഓരോ ജില്ലകളുടെയും പല ഭാഗത്തു നിന്നും കേൾക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർക്കും പോലീസിനും ബ്ലാക്ക് മാൻ ഒരു വലിയ തലവേദനയായി മാറി. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു റബ്ബർ എസ്റ്റേറ്റിനകത്ത് ഒരു ഒറ്റപ്പെട്ട വീടുണ്ട്. ആ വീട്ടിൽ പ്രായമുള്ള ഒരു അപ്പൂപ്പനും അമ്മുമ്മയും അവരുടെ മരുമകളും ചെറിയൊരു കുഞ്ഞും മാത്രമാണ് താമസം. പെട്ടെന്ന് ഒരു ദിവസം മുതൽ ആ വീട്ടിൻ്റെ രാത്രിയായി കഴിഞ്ഞാൽ ആ വീട്ടിന് നേരെ തുടർച്ചയായിട്ട് കല്ലേറാണ്. നിവർത്തിയില്ലാത്ത തരത്തിൽ കല്ലേറ് നടത്തുകയും ആ വീട്ടിലെ ചുവരിൻ്റെ മുകളിലുള്ള എയർ ഹോളിന് ഉള്ളിലൂടെ മണലും മുളക് പൊടിയും ഒക്കെ വാരി വീട്ടിനകത്ത് ഇടുകയും ഒക്കെയായിട്ട് വലിയ അക്രമമാണ്. ഇപ്പോൾ ഇവർ ഏത് സമയത്ത് പുറത്തിറങ്ങി, ആക്രമണം നടക്കുന്ന സമയത്ത് ധൈര്യം സംഭരിച്ച് പുറത്തിറങ്ങിയാലും ഇവരുടെ നേരെ പോലും കല്ലുകൾ വലിച്ചെറിയുകയും അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് ഒരു രൂപം ഓടിമറയുന്നത് കാണുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ശല്യവും ആക്രമണത്തിലുള്ള പേടിയും കാരണം ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പോലീസിൽ പരാതിപ്പെട്ടു. പോലീസിൽ പരാതിപ്പെട്ടതിന് ശേഷം പോലീസ് ആദ്യം അവർക്ക് കൊടുത്ത ഉപദേശം, നിങ്ങൾ വീടിന് ചുറ്റും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ്. അവർ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ഈ CCTV ക്യാമറകൾ സ്ഥാപിച്ചതിന് ശേഷവും വീട്ടിന് നേരെ കല്ലേറുണ്ടായി എന്നുള്ളതാണ് സത്യം. ആദ്യമൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഈ ബ്ലാക്ക് മാൻ്റെ വിളയാട്ടമെങ്കിലും ക്രമേണ ബ്ലാക്ക് മാൻ നഗരങ്ങൾക്കുള്ളിലേക്കും കടന്നു കയറി. നഗരങ്ങൾക്കുള്ളിൽ ഒറ്റപ്പെട്ട വീടുകളിലും ഇടവഴികളിലുള്ള വീടുകളിലുമൊക്കെ കല്ലേറ് നടത്തുകയും വണ്ടികളുടെ ഗ്ലാസുകളിൽ കല്ലെറിയുകയും പൈപ്പുകൾ തുറന്നിടുകയും പൈപ്പുകളുടെ ടാപ്പുകൾ അടിച്ചു പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത് നാട്ടുകാരെ നിരന്തരം ഭീതിയിൽപ്പെടുത്താൻ തുടങ്ങിയതോടുകൂടി നാട്ടുകാർ സംഘടിച്ച് ബ്ലാക്ക് മാനെ പിടിക്കാൻ ഇറങ്ങി. പോലീസ് ഇവരെയൊക്കെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പം കള്ളന്മാരോ മറ്റോ ആയിരിക്കും, നിങ്ങൾ ചെന്ന് കയറി കള്ളന്മാരുടെ ആക്രമണങ്ങൾക്ക് ഇരയാകരുത്, പോകരുതെന്ന് പറഞ്ഞിട്ടും എങ്ങനെയും പേടിയിൽ നിന്ന് കയറുക എന്നുള്ള ഉദ്ദേശവുമായിട്ട് പല സ്ഥലങ്ങളിലും നാട്ടുകാർ സംഘടിച്ച് ബ്ലാക്ക് മാനെ പിടിക്കാനായിട്ട് മാത്രം തുരിഞ്ഞിറങ്ങി. തുടരെ പരിശോധനകൾ നടത്തിയിട്ടും കാവലിരുന്നിട്ടും ബ്ലാക്ക് മാൻ്റെ ആക്രമണം കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, പുതിയ ഇടങ്ങളിൽ നിന്ന് ബ്ലാക്ക് മാൻ്റെ ആക്രമണത്തെ കുറിച്ചുള്ള കഥകൾ പുറത്തു വരാനും തുടങ്ങി. അതോടൊപ്പം തന്നെ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് നാട്ടുകാർ ബ്ലാക്ക് മാനെ പിടിക്കാൻ ഇറങ്ങിയതുപോലെ ഗ്രാമപ്രദേശത്തും ആൾക്കാർ ബ്ലാക്ക് മാനെ പിടിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് രാത്രി സഞ്ചരിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഭാഗത്ത് കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കോളനിയിൽ നിന്നും നാട്ടുകാർ സംഘം ചേർന്ന് 6 യുവാക്കളെ രാത്രിയിൽ പിടികൂടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വാഹനം നിറയെ ആയുധധാരികളായിട്ടുള്ള ആൾക്കാർ വന്നിറങ്ങി ഈ 6 യുവാക്കളെയും ഈ നാട്ടുകാരിൽ നിന്ന് രക്ഷിച്ചിട്ട് പോയി. ഈ സംഭവത്തോടുകൂടി ദളിത് വിഭാഗത്തിലുള്ള യുവാക്കളുടെ സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് നാട്ടിലൊക്കെ പ്രചാരണമുണ്ടായെങ്കിലും പോലീസ് അന്വേഷണത്തിലൂടെ അങ്ങനെയൊന്നും ഇല്ല എന്ന് തെളിഞ്ഞപ്പോഴാണ് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തിന് ഈ ബ്ലാക്ക് മാൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലാക്ക് മാൻ എന്ന ആരോപണത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞത്. ബ്ലാക്ക് മാൻ്റെ രൂപത്തിനെ കുറിച്ചൊക്കെ പല കഥകളാണ് നാട്ടിൽ പ്രചരിച്ചിട്ടുള്ളത്. 4 അടി ഉയരമുള്ള ഒരാളാണെന്നും നഖം വളരെ വലിയ നീളത്തിൽ നീട്ടി വളർത്തിയിട്ടുള്ള ഒരാളാണെന്നും മുഖം മൂടി ധരിച്ചിരിക്കുമെന്നും ഒരു കാല് സ്പ്രിങ്ങും മറ്റേ കാല് നോർമലുമാണെന്നും ഇയാൾ ഓടുമ്പോൾ ഒരു കാൽ സാധാരണ പോലെ ഓടുകയും മറ്റേ സ്പ്രിങ് കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്ന കാലിൽ ഓടുമ്പോൾ പുള്ളി തെറിച്ചു പോവുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് പ്രചരണം. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ പറഞ്ഞത് ബ്ലാക്ക് മാന് എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷപ്പെടാനും ഒക്കെയുള്ള കഴിവുണ്ടും എന്നും ഒരു പ്രചരണം ഉണ്ടായി.
ഇതുകൂടാതെ 4 മണി കഴിഞ്ഞ സമയത്ത് പോലും, സന്ധ്യയ്ക്ക് മുമ്പ് പോലും ബ്ലാക്ക് മാനെ കണ്ടുവെന്നും ബ്ലാക്ക് മാൻ്റെ ആക്രമണം നേരിട്ടു എന്നുള്ള പ്രചരണം പല ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ മറ്റ് ജില്ലകൾ ശാന്തമായിരുന്നു. അവിടെയെങ്ങും ബ്ലാക്ക് മാൻ ഇറങ്ങുകയോ അവരെയൊന്നും ആക്രമിക്കുകയോ ചെയ്ത വാർത്തകളൊന്നും പുറത്തു വരികയോ കേസുകൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ ആധുനിക കേരളം പറയുന്ന ഒരു ഡയലോഗുണ്ട്, തെക്കനെയും മൂർഖനെയും ഒന്നിച്ച് കണ്ട തെക്കനെ ആദ്യം കെട്ടിപ്പിടിക്കണം, മൂർഖനെ രണ്ടാമത് തല്ലിക്കൊല്ലാന്ന്. അതുപോലെ തന്നെ തെക്കൻ്റെ കയ്യിൽ കിട്ടിയ അല്ലെങ്കിൽ തെക്ക് നിന്ന് ഉണ്ടായ ബ്ലാക്ക് മാൻ ഈ കൊറോണ ബാധ ഉണ്ടായി, ഈ ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതോടുകൂടി കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്ക് സഞ്ചരിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇത് സഞ്ചരിച്ച് കാസർഗോഡ് എത്തി അവിടുത്തെ ജനങ്ങളെയും പേടിപ്പിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഈ കൊറോണ കാലത്തെ ബ്ലാക്ക് മാൻ വിശേഷങ്ങൾ. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ ഉണ്ടായ ബ്ലാക്ക് മാൻ ആക്രമണങ്ങളെക്കാൾ വളരെ വലിയ തോതിൽ പ്രശസ്തി ആർജിച്ച ആക്രമണങ്ങളാണ് കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലൊക്കെ ഉണ്ടായത്. കാസർഗോഡ്, കോഴിക്കോട് പോലെയുള്ള ജില്ലകളിലൊക്കെ ബ്ലാക്ക് മാൻ്റെ ആക്രമണം ഉണ്ടാവുകയും അവിടെയൊക്കെ തന്നെ ആൾക്കാർ വലിയ വലിയ ഗ്രൂപ്പുകളായി ബ്ലാക്ക് മാനെ തിരഞ്ഞിറങ്ങുകയും ഈ ബ്ലാക്ക് മാനെ പിടികൂടാൻ വേണ്ടി മാത്രമായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഫേസ്ബുക്കിലൊക്കെ ഓരോ ദിവസവും ബ്ലാക്ക് മാനെ കണ്ടതും ബ്ലാക്ക് മാനിൻ്റെ ശരീരവർണ്ണനയും ബ്ലാക്ക് മാനിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള വർണ്ണനകളുമായിട്ട് പുതിയ പുതിയ പോസ്റ്റുകൾ ഉണ്ടാവുകയും ഈ കാര്യങ്ങളൊക്കെ പോലീസിന് വലിയ തലവേദനയുമായി എന്നുള്ളതാണ് കാര്യം. ഒരു വശത്ത് കൊറോണ, മറുവശത്ത് ബ്ലാക്ക് മാൻ. ഇതിൻ്റെ ഇടയിൽപ്പെട്ട് നട്ടം തിരിയാൻ തുടങ്ങിയതോടുകൂടി കേരള പോലീസ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. നൈറ്റ് വിഷൻ ക്യാമറകളും നൈറ്റ് വിഷൻ ബൈനാക്കുലറുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും ഉപയോഗിച്ച് രാത്രിയിൽ ഈ ബ്ലാക്ക് മാൻ വന്നു എന്ന് പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ അരിച്ചു പിറക്കി. ബ്ലാക്ക് മാൻ പോയിട്ട് ഒരു ബ്ലാക്ക് ഈച്ചയെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഒടുവിൽ പോലീസ് എത്തിച്ചേരുന്ന നിഗമനം എന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധരായ ഒരു കൂട്ടം ആൾക്കാരോ ഒരു കൂട്ടം കള്ളന്മാരോ ഒക്കെ ഉള്ള ആൾക്കാർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് സുഖമായി അവരുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ ബ്ലാക്ക് മാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നായിരുന്നു. ഇതിനിടയിൽ തന്നെ നാട്ടുകാരും പല പല പ്രശ്നങ്ങൾ ബ്ലാക്ക് മാൻ്റെ പേരിൽ ചെന്ന് കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും രാത്രി ഇതുപോലെ പട്രോളിംഗ് നടത്തിയിരുന്ന നാട്ടുകാരുടെ സംഘങ്ങളുടെ കൈകളിൽ കള്ളന്മാർ വന്നു വിടുകയും ഏകദേശം 30ഓളം കള്ളന്മാരെ പോലീസുകാർക്ക് ഈ നാട്ടുകാർ പിടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊരിടത്ത് മുഖംമൂടി ധരിച്ചൊരു കള്ളനെയാണ് നാട്ടുകാർ പിടികൂടിയത്. അവനെ കൊണ്ടുപോയി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ബ്ലാക്ക് മാൻ്റെ പേരിൽ ഇറങ്ങി നാട്ടുകാരെ പറ്റിച്ച് പേടിപ്പിച്ച് വീട്ടിനകത്തിരുത്തിയിട്ട് സുഖമായിട്ട് മോഷ്ടിക്കാമല്ലോ എന്ന് കരുതി മുഖംമൂടിയിട്ട് വെളിയിലിറങ്ങിയതാണ് എന്നാണ് കള്ളൻ പറഞ്ഞത്. ഇതുകൂടാതെ പോലീസ് പറയുന്നത് ഈ നാട്ടുകാരെ ബ്ലാക്ക് മാൻ എന്നും അല്ലെങ്കിൽ മറ്റ് ഭൂതഭേദ പ്രശാചികളൊന്നും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഈ രസം കണ്ടെത്തുന്ന ഒരു വിഭാഗം ആൾക്കാർ, മനോസുഖം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങളിലും വാട്സാപ്പിലും ഒക്കെ ഇത്തരം കഥകൾ എഴുതി പ്രചരിപ്പിച്ച് നാട്ടുകാരുടെ പേടി കണ്ട് ആസ്വദിക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ പോലീസ് ചെയ്തത് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഫോർവേഡ് ചെയ്യുന്നതും എഴുതി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും വാൺ ചെയ്യുകയും വാട്സാപ്പ് ഗ്രൂപ്പുകളെയൊക്കെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഒരു വിധത്തിൽ ഈ ബ്ലാക്ക് മാനെ ഒന്ന് അടക്കി നിർത്തിയത്. പോലീസുകാർ വളരെ കഷ്ടപ്പെട്ട് അന്വേഷണം നടത്തിയും നാട്ടുകാരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയും ഒക്കെ ബ്ലാക്ക് മാൻ എന്നുള്ള ആ ഒരു സങ്കല്പത്തെ അല്ലെങ്കിൽ ബ്ലാക്ക് മാൻ്റെ ആക്രമണത്തെ തടഞ്ഞു നിർത്തിയെങ്കിലും ഇന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ രഹസ്യമായും പരസ്യമായും ബ്ലാക്ക് മാൻ ഇറങ്ങി വിഹരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മാൻ എന്ന് പറയുന്ന ഭീതിപ്പെടുത്തുന്ന സത്വത്തിന് പിന്നിലുള്ള വസ്തുത എന്ന് പറയുന്നത് മാസ് ഹിസ്റ്റീരിയയാണ്. മാസ് ഹിസ്റ്റീരിയ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും കുട്ടിക്കാലത്ത് വളർന്നു വരുന്നത് തന്നെ പലതരം ഭയങ്ങൾക്കൊപ്പമാണ്. നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാനും നമ്മളെ കിടത്തി ഉറക്കാനും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പുറത്തു പോകുന്നതിൽ നിന്ന് നമ്മളെ തടയാനുമൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മുടെ വീട്ടുകാർ പലതരം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് കഥകളുണ്ടാക്കി നമ്മളെ പറഞ്ഞു കേൾപ്പിച്ചാണ് വളർത്തുന്നത്. ഈ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ തലച്ചോറിലും മനസ്സിലും ഒക്കെ ഇങ്ങനെ സ്റ്റോറായിട്ടിരിപ്പുണ്ട്. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പുതിയ കഥാപാത്രത്തെയോ പുതിയ കഥകളെയോ പുതിയ സംഭവങ്ങളൊക്കെ കേട്ടാൽ നമ്മുടെ മനസ്സും തലച്ചോറുമൊക്കെ ഈ കഥകൾക്ക് അനുസൃതമായി ചിന്തിക്കാനും പുതിയ പുതിയ കഥകൾ മെനയുവാനും തുടങ്ങും. ഇത്തരത്തിലുള്ള കഥകളിലൂടെ വളർന്ന, കഥകൾ വിശ്വസിച്ചിരുന്ന, ഭയന്നിരുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിലേക്ക്, ഒരു വലിയ കൂട്ടം ആൾക്കാർക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന പുതിയൊരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പടർന്നു പിടിക്കുന്നതും ആൾക്കാരെ ഭയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഈ മാസ് ഹിസ്റ്റീരിയ ഉള്ളതുകൊണ്ടും ഈ മാസ് ഹിസ്റ്റീരിയയുടെ ഫലമായിട്ടാണ്.
ശാസ്ത്രീയമായിട്ടുള്ള വിശകലനമൊക്കെ നടത്തി ആൾക്കാരെ ബോധവൽക്കരിക്കാനും ഇത്തരത്തിലുള്ള പ്രേതങ്ങളോ അല്ലെങ്കിൽ ബ്ലാക്ക് മാനോ ഒന്നും ഇല്ല എന്നും നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും ഒക്കെ ഉള്ള പരിശ്രമങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോഴും ഇപ്പോഴും നമ്മുടെ വീടുകളിലെ അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളുമൊക്കെ നമ്മുടെ കുട്ടികളെ പോലും ഭീതി പരത്തുന്ന പേടിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ കഥകൾ പറഞ്ഞുകൊടുത്ത് പേടിപ്പിച്ചാണ് വളർത്തുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാനെയൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ പേടിപ്പിക്കുന്ന കഥകൾക്ക് പകരം രസകരമായ കഥകളിലൂടെ കുട്ടികളുടെ മനസ്സിനെ കയ്യിലെടുത്ത് അവരെ മറ്റൊരു തരത്തിൽ വളർത്തിയെടുക്കുന്നതായിരിക്കും ഉചിതം. ഇപ്പോൾ ബ്ലാക്ക് മാൻ ആണെങ്കിൽ നാളെ ഒരു ബ്ലാക്ക് വുമണോ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം വരാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോൾ ഇനി ബ്ലാക്ക് മാൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് പുറകെ പോയി സമയം കളയാണ്ടിരിക്കുക. അങ്ങനെയൊന്നില്ല. വെറുതെ പുതിയ ഒരാളെ ഉണ്ടാക്കാനും നിൽക്കണ്ട. കുട്ടികളൊക്കെ പേടിക്കാതെ ജീവിച്ചോട്ടെ അല്ലേ?